ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കള്ള് ഷാപ്പിൽ കിട്ടുന്ന മീൻ കറി ചിക്കൻ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ പോലെയുള്ളവർക്ക് അവിടെ പോയി കഴിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പൊ അത് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. അപ്പൊ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടി തന്നെ വേണമെന്നില്ല, അതാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേർക്കുന്നത് ഇതിലേക്ക് സവാളയാണ്. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. നല്ല നൈസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതെനിക്ക് 2 വർഷം മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു എരിവും അതുപോലെ തന്നെ കുറച്ച് ചാറും ഒക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ. പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ, നമുക്കറിയില്ല അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പൊ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി ഇട്ടിട്ടുണ്ട്, വേഗം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇതേ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഒട്ടും തന്നെ ഉള്ളി കാണാൻ പാടില്ല, എന്നുവെച്ചാൽ അത്രയും കടിക്കാൻ പാടില്ല, അത്ര നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ അവിടെ 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവ് വേണം ഇതിന്, അപ്പൊ അത് നോക്കിയിട്ട് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ഏലക്ക, അത്യാവശ്യം വലുപ്പമുള്ള ഏലക്കയാണ്, ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. അപ്പൊ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മസാല വഴറ്റിയെടുക്കാം. മസാല കരിഞ്ഞു പോരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉലുവപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല. അപ്പൊ എല്ലാവരും ചേർക്കാറുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് 2 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് ആണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കഴിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 കിലോ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസ് അല്ല, എന്നൊരു മീഡിയം സൈസുള്ള പീസായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ കള്ളുഷാപ്പ് മീൻകറിയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, അപ്പൊ അത്രയും വെള്ളം മതി. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല, ഇത് നമ്മൾ ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ചിക്കൻ ഒന്ന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ കുറച്ച് ചാറ് വേണം, അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു അടിപൊളിയാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും സാദാ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പൊ ഇത് ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ചാറാക്കിയിട്ടില്ല, ഈ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും മതി. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അപ്പൊ അതാണ് നമ്മൾ സാധാരണ ചിക്കനിൽ കടുകൊന്നും ഇട്ട് പൊട്ടിക്കില്ല. അപ്പൊ എന്തായാലും ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 5-8 ചെറിയുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1-2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ആ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരണം, അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല എരിവും അതുപോലെ തന്നെ നല്ല ചാറും ഒക്കെ കൂടിയായിട്ട് അടിപൊളി കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.